വിലായത്ത് ബുദ്ധ ഈ സിനിമ കണ്ടപ്പം എനിക്ക് തോന്നിയ കുറേ പോസിറ്റീവുകളുണ്ട്. ഒന്ന്, ഷമ്മി തിലകന്റെ ബെസ്റ്റ് പെർഫോമൻസ്, നല്ല സിനിമാറ്റോഗ്രാഫി, ജേക്സ് വിജയുടെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, നല്ല സൗണ്ട് ഡിസൈനിങ്, നല്ല സൗണ്ട് മിക്സിങ്, ഇതെല്ലാം ഗംഭീരമാണ്. പക്ഷേ ലാസ്റ്റ് ഒരു 30 മിനിറ്റ് കൊണ്ട് ആ സിനിമ എവിടെയോ എന്നില്ലാത്ത രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഗുമ്മോ ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേന് ഫുള്ള് ആൾക്കാർ അതിനെ നെഗറ്റീവ് ആക്കി മാറ്റി. ഇവിടാണ് ഇത് സച്ച് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണെന്നുള്ളതാണ്. കാരണം ടീം മെമ്പേഴ്സ് മൊത്തം പറഞ്ഞതാണ്. കാരണം ഇന്ദുഗോപൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് അത് ഇഷ്ടപ്പെട്ട് പൃഥ്വിരാജിനെ സച്ചി വിളിച്ച് നമ്മളിത് ചെയ്യും, ഈ പ്രൊജക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞത്. സച്ചിയുടെ നേരത്തെ ഉള്ള പടങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കുക, രണ്ടുപേര് തമ്മിലുള്ള ഈഗോ ക്ലാഷാണ്, പൃഥ്വിരാജും സുരാജും. ഇനി അയ്യപ്പനും കോച്ചിയും നോക്കുക, എന്ത് ഗംഭീരമായിട്ടാണ്, അതും ഇതേ ലെങ്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും. 3 മണിക്കൂറിനടുത്ത് ഇത് ഒരുപക്ഷെ ഇതിനെക്കാട്ടി 1 മിനിറ്റ് കൂടുതലാണ്, നമ്മുടെ വിലായത്ത് ബുദ്ധയെക്കാട്ടി 1 മിനിറ്റ് കൂടുതലായിരിക്കും ലെങ്ത് ഏത് നമ്മുടെ അയ്യപ്പനും കോച്ചി, ബിജു മേനോനും നമ്മുടെ പൃഥ്വിരാജും തകർത്ത് അഭിനയിച്ചേക്കുന്ന സിനിമ. നമുക്ക് 1 സെക്കൻഡ് അത് ബോറടിച്ചു ഇല്ല. അവിടാണ് ഒരു പ്രതിഭയെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറയുന്ന പോലെ സച്ചി ഉള്ളപ്പോൾ നമുക്ക് സച്ചിയുടെ വില അത്രയും മലയാളികൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. സച്ചി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഒരു ഗംഭീര സിനിമയായിട്ട് വിലായത്ത് ബുദ്ധ മാറിയേനെ, എക്കാലത്ത് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ക്ലാസും മാസും നിറഞ്ഞൊരു സിനിമയൊക്കെ മാറ്റിയേനെ എന്ന് ഇപ്പം നമുക്ക് തോന്നും. കാരണം അതുപോലെ നല്ലൊരു സാധനമാണ്. എടുത്ത് ലാസ്റ്റിൽ ഒരു 10-20 മിനിറ്റ് കുളവാക്കി, പ്രത്യേകിച്ചും കണ്ടവർക്കറിയാം അതിനകത്തെ പ്രതിനായകന്മാർ, വില്ലന്മാർ, അങ്ങനെ ലാസ്റ്റിലൊന്നും ഇല്ലാതാക്കി കളഞ്ഞു. ലാസ്റ്റിൽ ആ ഒരു 10, 20, 30 മിനിറ്റാണ് ആ സിനിമയുടെ വിധി നിർണയിച്ചത്. ഇത് സച്ചി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സച്ചി ആയിരുന്നത് സംവിധാനം ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായതേനെ? എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും പറയുക. സച്ചിയെ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗംഭീര സ്ക്രിപ്റ്റുകളും ഗംഭീര സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഓക്കെ, ബൈ.